എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 ബ്രാൻഡിൻ്റെ ഐറ്റംസാണ്. അപ്പോൾ ഒന്ന് രാഹുൽ, പിന്നെ വർദ്ധമാൻ, പിന്നെ ലാൽജിവാല, അങ്ങനെ 3 ബ്രാൻഡിൻ്റെ ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ലാൽജിവാലയുടെ പതിവ് തന്നെ വൈറ്റ് ഗോൾഡാണ്, ബാക്കി എല്ലാത്തിൻ്റെയും പ്രോഷ്യൻ പ്രിൻറ്റിൽ വന്ന ഡിസൈൻസാണ് നമ്മൾ കാണിക്കുന്നത്. 290 കട്ടിൽ തന്നെ മെറ്റീരിയൽസാണ്. അത് യൂഷ്വലി 3 മീറ്റർ എന്ന് പറയുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. GST 5% ചാർജ് ചെയ്യും. ഹോൾസെയിൽ പ്രൈസാണ് പറഞ്ഞത്. ആ റേറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് മിനിമം 10 പീസ് എന്നുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ. മിനിമം 10 പീസ് എടുത്താൽ മാത്രമാണ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുള്ളൂ. അതിൽ താഴെയുള്ളതൊന്നും കിട്ടില്ല. നമുക്ക് 2-3 ദിവസമായിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു 5 എണ്ണം എടുത്താൽ കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാ വീഡിയോയിലും പറയുന്നതുമാണ്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മിനിമം 10 എണ്ണം എന്നുള്ള ക്വാണ്ടിറ്റി എടുക്കണം. അതിൽ താഴെ ഒരിക്കലും കിട്ടില്ല ഹോൾസെയിൽ റേറ്റിൽ. ഇത് നമ്മൾ റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിന് ഇതേങ്ങനെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ റീറ്റെയിൽ റേറ്റ് വ്യത്യാസമുണ്ട്. 220 രൂപയാണ് റീറ്റെയിൽ റേറ്റ്. ഒരു പീസായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. റീറ്റെയിലായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. മിനിമം 10 പീസാണ് നമ്മൾ എടുക്കാൻ പറയുന്നതെങ്കിലും നിങ്ങളെപ്പോഴും 25 പീസ് എടുക്കണമൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയറിൻ്റെ ചാർജിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. 25 പീസ് എടുക്കുമ്പോൾ ഒരുപാട് കുറവുണ്ട്. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും പാഴ്സലിലേക്കൊക്കെ നോക്കി എടുക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ ഒരു 40 പീസ് മുതലാണ് നമ്മൾ പാഴ്സലിലേക്ക് ഓർഡർ മാറ്റുന്നത്. പിന്നെ ഈ കാണിക്കുന്ന ഡിസൈൻസ് മാത്രമൊന്നുമല്ല കേട്ടോ, സ്റ്റോക്കിൻ്റെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നമുക്കെടുത്ത് പറഞ്ഞാൽ മതി, നമ്മൾ ഡിസൈൻസ് ഇട്ടുതരാം. ഈ മെറ്റീരിയൽ അല്ലാതെ തന്നെ നമുക്ക് 3 രൂപേൻ്റെ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കോട്ടൺ ഷോൾ ഉണ്ട്, അണ്ടർ സ്കേർട്ട് ഉണ്ട്. ഈ ഐറ്റംസൊക്കെ ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിലൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ മെറ്റീരിയലിൻ്റെ ബണ്ടിലായിട്ടൊക്കെ എടുക്കുമ്പോൾ റേറ്റിൽ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബണ്ടിലും വെയിലൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ബെയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ വിസിറ്റിംഗ് കാർഡൊക്കെ ഒന്ന് അയച്ചേക്കുക. നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പം, അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഒന്നില്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ, ഈ 2 ഓപ്ഷനിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏത് UPI ആപ്പ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അതിനൊന്നും വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഓൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. പിന്നെ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്കിപ്പം രാവിലെ കിട്ടുന്ന ഓർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ അന്ന് വൈകുന്നേരം തന്നെ മാക്സിമം ഷിപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. ഉച്ച കഴിഞ്ഞ് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം നെക്സ്റ്റ് ഡേയിലേക്കാണ് കേട്ടോ ഷിപ്പിംഗ് ആവുള്ളൂ. പാഴ്സലിൻ്റെ ഓർഡേഴ്സ് എല്ലാം അടുത്ത ദിവസത്തേക്കായിരിക്കും ഷിപ്പിംഗ് ആവുള്ളൂ. പിന്നെ ഇന്ത്യ പോസ്റ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉച്ചയ്ക്ക് 2:30 വരെ അവർ ബുക്കിംഗ് എടുക്കുള്ളൂ. അത് കാരണം രാവിലെ കിട്ടുന്ന ഓർഡേഴ്സ് പോകാൻ ചാൻസ് കുറവാണ്. ഇന്ത്യ പോസ്റ്റിൻ്റെ ഓർഡേഴ്സും നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ആക്കുള്ളൂ. 10 പീസ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കണമെന്നുണ്ടെങ്കിൽ 140 രൂപയും, കൊറിയർ വഴി 10-11 പീസാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 100 രൂപയും റേറ്റ് വരും. മറിച്ച് ഒരു 25 പീസാണ് നമ്മൾ കൊറിയർ വഴി അയക്കണമെന്നുണ്ടെങ്കിൽ 175 രൂപയാണ് മാത്രമേ ആവുന്നുള്ളൂ. കൊറിയർ മിക്ക സ്ഥലത്ത് നെക്സ്റ്റ് ഡേ തന്നെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു ദിവസം എടുക്കും. അതിൽ കൂടുതലൊന്നും സമയം എടുക്കാറില്ല. ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് പറയാനാണെങ്കിൽ കറക്റ്റ് ഇപ്പോൾ കൊറിയർ ആണെങ്കിൽ 2 ദിവസം, ഇന്ത്യ പോസ്റ്റും പാഴ്സലൊക്കെ ആണെങ്കിൽ 3 ദിവസം കേട്ടോ. ആ സമയത്തിൻ്റെ ഗ്യാപ്പ് മാത്രമാണ് എടുക്കാറുള്ളൂ. പിന്നെ ഈയിടെയായിട്ട് കണ്ടേക്കണ ഒരു കാര്യമാണ്, അപ്പോൾ അത് ഒന്ന് പറയണമെന്ന് തോന്നി. അതായത് നമ്മൾ വാട്സാപ്പ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ആയിരിക്കില്ല ചിലരുടെ കോൺടാക്ട് നമ്പർ. അപ്പോൾ അതൊന്നും നിങ്ങൾ മെൻഷൻ ചെയ്യണം. 1-2 പേർക്ക് നമ്മളെ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ബില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ പറയണം. എന്നാലും നമുക്കത് ബില്ലിനകത്ത് ആഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ, നമ്പർ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ബില്ലിങ് സിസ്റ്റത്തിൻ്റെ ഇതൊക്കെ നമ്മൾ ചെറിയ ഷോർട്സ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഓർഡർ ചെയ്ത മെറ്റീരിയൽ മാക്സിമം ഒരു ദിവസം വരെയാണ് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുകയുള്ളൂ. പിന്നെ അത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് കാര്യം എല്ലാം ശ്രദ്ധിക്കണം ഓർഡർ ചെയ്യണം കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കളക്ഷൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ ഡിസൈൻസും കളക്ഷനൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.